ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രതിരോധം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ മാജിക്കിന് നിസ്സംശയം പറയാം. എല്ലാ മത്സരങ്ങളിലും നല്ല മികച്ച പ്രതിരോധം, ഒന്നിലധികം ഗോൾ വഴങ്ങുക എന്നത് തന്നെ അവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, അതുപോലെ അവരുടെ ആരാധകർക്കും. അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് രണ്ട് മലയാളി താരങ്ങളാണ്, അലൻ ജോണും അതുപോലെ തേജസ് കൃഷ്ണയും. അവർ 3 മത്സരത്തിൽ ഒരുമിച്ച് കളിച്ചു. അതിൽ നിർണായകമായ ഒരു വിജയവും നമ്മൾ ഈ ഗ്രൗണ്ടിൽ കണ്ടതാണ്. അലൻ, ഈ ഒരു സീസണിൽ തൃശ്ശൂർ മാജിക്കിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഈ സീസൺ നമുക്ക് വിൻ ചെയ്യണം. എല്ലാ പ്ലേയേഴ്സിന്റെയും ടീം സ്റ്റാഫുകളുടെയും കോച്ചിന്റെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം അതാണ്. നമുക്ക് ട്രോഫി വിൻ ചെയ്യണം. ദെൻ ടീം ഈ ഒരു സ്പിരിറ്റിൽ തന്നെ നന്നായിട്ട് മുന്നോട്ടേക്ക് പോകണം. ദെൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ഇപ്പോൾ ടീമിന്റെ എല്ലാ പ്ലേയേഴ്സും ഓൾമോസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ കീപ്പ് ചെയ്യണം, ദെൻ വിൻ ചെയ്യണം. തീർച്ചയായിട്ടും ഇതുപോലെ കീപ്പ് ചെയ്യണം, അതുപോലെ വിൻ ചെയ്യണം. ആ ഡിഫൻസ് സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു സീനിയർ പാർട്ണർ എന്ന നിലയിൽ തേജസിന്റെ റോളും വളരെ പ്രധാനപ്പെട്ടതാണ്. തേജസ് മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഗൈഡ് ചെയ്യുന്നതും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും തമ്മിലുണ്ട്. ഡിഫൻസിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് രണ്ട് സെന്റർ ബാക്ക് തമ്മിലുള്ള? ഇത് ഞങ്ങൾക്ക് അകത്ത് പോലെ തന്നെ പുറത്തും നല്ല സൗഹൃദമാണ്. ഇപ്പോൾ 4 മലയാളി ഡിഫൻസസ് എല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. ഇപ്പോൾ ടീം തന്നെ ഭയങ്കര യൂണിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബെറ്റർ ആണ് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ, അതൊന്നും കൂടെ നമുക്കൊരു ബെറ്റർ ഒരു ഇതാണ് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും മനസ്സിലാക്കാനും. അപ്പോൾ ഞങ്ങൾ 3 മാച്ച് ഒരുമിച്ച് കളിച്ചു. അത് നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്യാനും പറ്റി. അത് നമ്മൾ ഇതുപോലെ കീപ്പ് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. അതെ, നല്ലപോലെ ആ ഒരുമിച്ച് കളിക്കുമ്പോൾ ആ ഒത്തൊരുമ, ആ മലയാളികളുടെ ഒത്തൊരുമ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാന്ന് പറയുന്ന പോലെ നല്ല തകർപ്പൻ പ്രകടനമായിരുന്നു. നമ്മൾ തൃശ്ശൂരിന്റെ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡിഫൻസീവ് ഫോക്കസ്ഡ് ആണ് ഗെയിം, അല്ലെ? നിങ്ങൾ കുറച്ചുകൂടെ ചാർജ് എടുത്ത് കളിക്കുന്ന ഡിഫൻഡർമാരാണ്. നോക്കി നിന്ന് അവർ ആക്രമിച്ചിട്ട് റിയാക്ട് ചെയ്യാന്നുള്ള, നിങ്ങൾ കുറേ കൂടെ അങ്ങോട്ട് ടാക്കിൾ ചെയ്യാനും ഇന്റർസെപ്റ്റ് ചെയ്യാനും ഒക്കെ മുന്നോട്ട് ഇറങ്ങി കളിക്കുന്നതാണ്. അത് അങ്ങനെ തന്നെയാണോ കോച്ചിന്റെ നിർദ്ദേശവും? ഇല്ല, ഞങ്ങൾ പൊതുവെ എല്ലാവരും ഒരു കോച്ചിന് അഗ്രസീവ് ഗെയിമാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങളും അത് തന്നെ കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പ്രസ് ചെയ്ത് അഗ്രസീവായി കളിച്ച് കൂടുതൽ അറ്റാക്കിംഗ് ഫോക്കസ് ചെയ്യാനാണ്. നമ്മൾ ഗോൾ സ്കോറിംഗ് വരുന്നില്ല അറ്റാക്കിംഗ്, പക്ഷേ ഇനി വരുമെന്ന് വിചാരിക്കുന്നു. അലൻ, അതുപോലെ തന്നെ നമ്മൾ ഗോൾ സ്കോറിംഗ് വരുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ മത്സരത്തിലൊക്കെ കിട്ടുന്നത്. ഇത്തവണയും ഇനിയും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എല്ലാവർക്കും ഗോൾ അടിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമാണ്. ടീമും സ്കോർ ചെയ്യണം. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടീം സ്കോർ ചെയ്യണം എന്നാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ് സ്കോർ ചെയ്യും. കാരണം ഡിഫൻസിംഗിൽ ഇപ്പോൾ എല്ലാ പ്ലേയേഴ്സും ഒന്നിനൊന്നും എല്ലാം അടിപൊളിയാണ്. ഡിഫൻസിംഗ് ടീം നല്ല ഡിഫൻസിംഗ് ആണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ അറ്റാക്കിങ്ങിലും കുറച്ച് ഇതേ ഉള്ളൂ. ഇനി എല്ലാ പ്ലേയേഴ്സും സ്കോർ ചെയ്യും, അറ്റാക്കിങ് കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും സ്കോർ ചെയ്യുന്ന വിചാരിക്കുക തന്നെ ചെയ്യാം. അതുപോലെ തന്നെ തേജസിനോട് അടുത്ത ചോദ്യം. തേജസ്, നമ്മൾ 2 രീതിയിൽ തേജസ് കളിക്കുന്ന കണ്ടു. മേൽസൺ എന്ന സീനിയർ പ്രോ ഉള്ളപ്പോൾ കുറച്ചുകൂടെ പുള്ളി ചാർജ് എടുത്ത് കളിക്കുന്നു. സെറ്റ് പീസുകളിൽ മേൽസൺ ഗോൾ അടിക്കുന്നതും അതുപോലെ തേജസ് ഗോളിനടുത്ത് എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. നിങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തേജസ് ആണ് കുറച്ചുകൂടെ അഗ്രസീവായിട്ട്, കുറച്ചുകൂടെ സീനിയർ ആയിട്ട് കളിക്കുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഈ 2 റോളും നമ്മൾ സ്വിച്ച് ചെയ്യുന്നത്? ആക്ച്വലി രണ്ടും 2 പേര് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ മെയിൽസൺ ഉണ്ടെങ്കിൽ ആൾ ഗൈഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്താലും ആൾ ഗൈഡ് ചെയ്യും. അപ്പോൾ ആളുടെ ഒരു ധൈര്യമാണ്, നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ആളുടെ നിന്ന് കണ്ടതെന്ന് എനിക്ക് ഒരു മോട്ടിവേഷനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആളുടെ നിന്ന് കുറേ പഠിച്ചിട്ട് അത് എനിക്ക് ഇതാവണമല്ലോ, ഒരാൾ പോയി കഴിഞ്ഞാൽ ഇത് ചുമതല എടുക്കണമല്ലോ, അങ്ങനത്തെ രീതിയിലാണ് ആ ചുമതല എടുക്കുന്നത് നമ്മൾ കണ്ടു. ആ ചുമതല എടുത്തിട്ട് അലൻ്റെ കൂടെ കളിക്കുമ്പോൾ അലൻ എങ്ങനെയാണ് ഒരു ഡിഫറൻസ്, വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ട്രെയിനിങ് ഗ്രൗണ്ടിൽ 2 പേരോടും കളിക്കുന്നുണ്ടാവും. ഇവർ 2 പേരും കളിക്കുമ്പോൾ ആ വ്യത്യാസം എന്തൊക്കെയാണ്? തീർച്ചയായും തേജസ്സേട്ടൻ ഞാനും പുറത്ത് ഭയങ്കര സൗഹൃദമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എന്നിലും സീനിയറാണ് തേജസ്സേട്ടൻ. ഞാൻ യങ് പ്ലെയറും കൂടെ ആണ്. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ തേജസ്സേട്ടൻ എന്നെ നന്നായിട്ട് ഗൈഡ് ചെയ്യും, അതുപോലെ ടീമിനെ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേജസ്സേട്ടൻ സീനിയറിറ്റി എപ്പോഴും കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു യങ് പ്ലെയർ ആണ്, അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. മിസ്റ്റേക്ക് പറ്റിയാലും കുഴപ്പമില്ല. അതേസമയം മെൽസൺ ബ്രദർ ആണെങ്കിലും എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യും. എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും നമ്മളെപ്പോഴും തെറ്റ് പറഞ്ഞു തന്നിട്ട് അത് തിരുത്താനുള്ള മാർഗങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ തെറ്റുകളൊക്കെ തിരുത്തി ഇനി ഈ സീസണിലെ പ്രതീക്ഷ എന്താണ്, അല്ലെങ്കിൽ ടാർഗറ്റ് എന്താണ്? അൾട്ടിമേറ്റ് കപ്പ് ഉയർത്തോ? കപ്പ് ഉയർത്തണമെന്നാണ്, വിൻ ചെയ്യണം, ഫൈനൽസ് കളിക്കണം, വിൻ ചെയ്യണമെന്നാണ് ടീമിന്റെ എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും വിൻ ചെയ്യണം, കപ്പടിക്കണം. ഓക്കെ, ആരായിരിക്കും ഏറ്റവും വലിയ ചലഞ്ച് ഈ സീസണിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്? എല്ലാ ടീമും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് കളിക്കുന്നത്. എല്ലാ ടീമും ഭയങ്കര ടൈറ്റാണ്, ടഫാണ്. നമ്മൾ നമ്മുടെ ഗെയിം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ബാക്കി വരുന്നവർക്ക് വെച്ച് കാണാമെന്ന് തന്നെയാണ് തൃശ്ശൂരിന്റെ ഈ 2 പ്രതിരോധ പടന്മാർ പറയുന്നത്. നല്ല കട്ട ഗെയിം, നല്ല സ്ട്രോങ് ഡിഫൻസ്. എന്തായാലും ഈ സീസൺ തൃശ്ശൂർ തൂക്കിയിരിക്കും. താങ്ക് യു.